ഹായ് ഓൾ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒപ്പം നമ്മളുടെ ഗ്രൂപ്പിൽ തന്നിരിക്കുന്ന PDF നോട്ട്സ് വായിച്ച് സെൽഫ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ദെൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ ക്ലാസ് കണ്ടതിന് ശേഷം വായിച്ചു നോക്കുക. അപ്പോൾ നമ്മൾ ഇന്ത്യൻ സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികളെ, പ്ലാനിംഗ് കമ്മീഷൻ ഇതൊക്കെ കഴിഞ്ഞു. ഇനി ലാസ്റ്റ് നമ്മുടെ ടൈം ടേബിൾ ഫസ്റ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് നീതി ആയോഗിനെ കുറിച്ചിട്ട്. അപ്പോൾ നീതി ആയോഗം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് കഴിയും. അതിനുശേഷം നമ്മൾ ടൈം ടേബിൾ 2ലേക്ക് കടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. യെസ്, ഞാൻ തന്നിരിക്കുന്ന +2 നോട്ട്സിലും നീതി ആയോഗിനെ കുറിച്ചിട്ട് ചെറിയ ബോക്സിൽ തന്നിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ, അതുകൂടി നോക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് PSC നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതി ആയോഗ് എന്നാണ് നിലവിൽ വന്നത് എന്നാണ് ചോദിക്കുന്നത്. ഒപ്പം നീതി ആയോഗിന്റെ ഫുൾ ഫോം പഠിച്ചു വയ്ക്കുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ് നീതി ആയോഗിന്റെ ഫുൾ ആയിട്ട് പറയുന്നത്. അപ്പൊ എന്താണ് നീതി ആയോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ക്ലാസ്സുകളിലും കഴിഞ്ഞ അധ്യായത്തിലും ഒക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പഞ്ചവത്സര പദ്ധതിയും അതുപോലെ തന്നെ ആസൂത്രണ കമ്മീഷനെ കുറിച്ചിട്ടൊക്കെയാണ് അല്ലെ. അപ്പൊ നമുക്ക് 2015 കൂടിയിട്ട് മോദി ഗവൺമെന്റ് വന്നിട്ട് പറയാണ്, ഇനി നമുക്ക് എന്തില്ല, ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇല്ല, അത് അവസാനിപ്പിക്കുകയാണ്. ഇനി മുതൽ നമ്മൾ നീതി ആയോഗ് എന്നൊരു സംവിധാനമാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത്. അങ്ങനെ 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗ് എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നീതി ആയോഗിന്റെ ഘടന ഇതാണ്. ഇനി എപ്പോഴും PSC ചോദിക്കുന്നതാണ്, നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരായിരിക്കും? പ്രധാനമന്ത്രിയാണ്. ഓക്കെ, നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ് അല്ലെ. ഇനി ഇതിന്റെ ഭരണസമിതിയിൽ ആരൊക്കെ ഉണ്ടാവും? നമ്മുടെ ഇന്ത്യ എടുക്കുമ്പോൾ എല്ലാ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരുണ്ടാകും. ഒപ്പം തന്നെ നമുക്കറിയാം UTs ഉണ്ട്, കേന്ദ്ര ഭരണ പ്രദേശങ്ങളും നമുക്കുണ്ട് അല്ലെ. അപ്പൊ ആ കേന്ദ്ര ഭരണ പ്രദേശത്തിലെ ടോപ്പിലിരിക്കുന്ന ആരാണ്? മുഖ്യമന്ത്രിയാണോ? അല്ല, അവിടെ ലഫ്റ്റനന്റ് ഗവർണർമാർ എന്നാണ് അറിയപ്പെടുന്നത്. ലഫ്റ്റനന്റ് ഗവർണർ ഏതാണ്? നമ്മളുടെ കേന്ദ്ര ഗവൺമെന്റ് പ്രദേശങ്ങളിൽ. അപ്പൊ അവിടുത്തെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ ആരുണ്ട്? ലഫ്റ്റനന്റ് ഗവർണർമാരും ഉണ്ടാകും. ഒപ്പം ഒരു ഉപാധ്യക്ഷനുണ്ട്. ആ ഉപാധ്യക്ഷനെ നിയോഗിക്കുന്ന ആരാണ്? പ്രധാനമന്ത്രിയാണ്. അപ്പൊ ഒന്നുകൂടെ ആവർത്തിക്കാം, നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ് അല്ലെ. പിന്നെ അതിൽ ആരൊക്കെ ഉണ്ട്? എല്ലാ സ്റ്റേറ്റിലെയും ചീഫ് മിനിസ്റ്റേഴ്സും അതേപോലെ തന്നെ കേന്ദ്ര ഭരണ പ്രദേശം UTs ആരാ വരുന്നത്? ലഫ്റ്റനന്റ് ഗവർണർമാരുമാണ് ഉള്ളത്. ഇനി നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ ആരാണ്? ഉപാധ്യക്ഷനെ നിയോഗിക്കുന്നത് ആരാണ്? അത് പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ, ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ കൂടെ തന്നെ സ്ഥിരം അംഗങ്ങളുണ്ട്. പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനും സ്ഥിരം അംഗങ്ങളുമുണ്ട്. സ്ഥിരം അംഗങ്ങളും അതേപോലെ 2 പാർട്ട് ടൈം അംഗങ്ങളും ഉണ്ടാകും. 2 പാർട്ട് ടൈം അംഗങ്ങളും ഉണ്ടാകും. ഓക്കെ, ഒപ്പം തന്നെ 4 അനൗദ്യോഗിക അംഗങ്ങളും, 4 അൺഒഫീഷ്യൽ മെമ്പേഴ്സ് ഉണ്ട്. നോക്കിക്കേ, 4 അൺഒഫീഷ്യൽ, 4 അനൗദ്യോഗിക അംഗങ്ങളും, ഒപ്പം നമുക്കൊരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഇതിൽ ഉൾപ്പെടും. ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഇതിൽ എന്തുണ്ട്? നിലവിൽ ഉണ്ട്. ഓക്കെ എന്നുണ്ടല്ലോ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 2015 നീതി ആയോഗ് നിലവിൽ വന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇനി നോക്കിക്കേ, നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ടും താൽക്കാലിക അംഗങ്ങൾ എന്ന് പറഞ്ഞു, 2 പാർട്ട് ടൈം അംഗങ്ങൾ അല്ലെ. ആ 2 പാർട്ട് ടൈം അംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഈ നമ്മൾ പറയുന്ന ഗവേഷണ സ്ഥാപനങ്ങളിലെ മെയിൻ ആയിട്ട് വരുന്ന യൂണിവേഴ്സിറ്റീസിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഗവേഷണ സ്ഥാപനത്തിലുള്ളവരെ ആയിരിക്കും നമ്മൾ പാർട്ട് ടൈം അംഗങ്ങളായിട്ട് വെക്കുന്നത്. പിന്നെ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 അനൗദ്യോഗിക ഓഫീസേഴ്സ് എന്ന് പറഞ്ഞില്ലേ, അത് കേന്ദ്രമന്ത്രിമാരായിരിക്കും. ഓക്കെ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്ന ആരാണ്? പ്രധാനമന്ത്രിയാണ്. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ട് നിൽക്കുന്ന ആളുകൾ ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പൊ നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരായിരിക്കും? നമ്മൾ പറഞ്ഞു പ്രധാനമന്ത്രി. ഇനി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്ന ആരാണ്? പ്രധാനമന്ത്രി. ഒപ്പം തന്നെ ഉപാധ്യക്ഷനെ നിയോഗിക്കുന്നതും ആരാണ്? പ്രധാനമന്ത്രിയാണ്. എല്ലാ സംസ്ഥാനത്തിലെയും മുഖ്യമന്ത്രിമാരുണ്ട്. UTs ലെഫ്റ്റനന്റ് ഗവർണർമാരുണ്ട്. 2 പാർട്ട് ടൈം അംഗങ്ങളുണ്ട്. 4 അനൗദ്യോഗിക അംഗങ്ങളുണ്ട് അല്ലെ. അപ്പൊ അനൗദ്യോഗികമായിട്ടുള്ള അംഗങ്ങൾ എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രിമാരായിരിക്കും. അവരെ നിയോഗിക്കുന്നവർ തന്നെയാണ്? പ്രധാനമന്ത്രി ആയിരിക്കും അല്ലെ.
പിന്നെ 2 പാർട്ട് ടൈം അംഗങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. 2 പാർട്ട് ടൈം അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പ്രധാനമായിട്ടുള്ള യൂണിവേഴ്സിറ്റീസിലെ ഗവേഷണ സ്ഥാപനങ്ങളിലെ ഉള്ളവരായിരിക്കും നമുക്ക് പറഞ്ഞ 2 പാർട്ട് ടൈം അംഗങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, പ്രധാനമായിട്ടും നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ നീതി ആയോഗുമായി ബന്ധപ്പെടാത്തത് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പൊ നോക്കിക്കേ, എന്തൊക്കെയാണ്? വ്യവസായ സേവന മേഖലകളിൽ സർക്കാരിന്റെ പങ്കാളിത്തം കുറയ്ക്കുക. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ നേരത്തെ പ്ലാനിംഗ് കമ്മീഷനും പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഇന്ത്യയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ ഇവിടെ ഇവര് പറയുന്നത് വ്യാവസായിക മേഖല ആവട്ടെ, അതേപോലെ തന്നെ സർവീസ് മേഖലകളാവട്ടെ, ബിസിനസ് മേഖലകളാവട്ടെ, സർക്കാർ ഒരുപാട് ഇടപെടുന്ന സമയത്ത് എന്താ വരുന്നത്? നമുക്കറിയാം, ഇപ്പൊ നമ്മളൊരു ഓഫീസിൽ നമ്മളൊരു സ്ഥാപനം, ഒരു സംരംഭം തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് അതിന് ലൈസൻസ് വേണം, ഒരുപാട് കാര്യങ്ങൾ വേണം അല്ലെ? ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി എത്ര തവണയാണ് നമ്മൾ പഞ്ചായത്ത് പോലുള്ള പഞ്ചായത്തിലൊക്കെ കയറുന്നു. അപ്പൊ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് പോവാണ്. ഒരുപാട് റെസ്ട്രിക്ഷൻസും ടാക്സുകൾ ഒക്കെ വരുമ്പോൾ നമ്മളുടെ ഇൻകം നമുക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെ സർവീസ് മേഖലകളാണെങ്കിലും വ്യവസായ മേഖലകളാണെങ്കിലും സർക്കാരിന്റെ പങ്കാളിത്തം കുറയ്ക്കുക. രണ്ടാമത്, കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. കാർഷിക മേഖലയിൽ പല രീതിയിലുള്ള മോഡേൺ ടെക്നോളജീസ്, പല കാര്യങ്ങൾ കൊണ്ട് മിക്സഡ് ആയിട്ടുള്ള മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ഈ മിഡിൽ ക്ലാസ്സിൽ വരുന്ന ആളുകളെയും അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തിക വളർച്ചയിൽ സ്റ്റേബിൾ ആയിട്ട് ഒരു സാമ്പത്തിക വളർച്ച നേടാനായിട്ട് അവരെ സഹായിപ്പിക്കുക. അതുപോലെ നമ്മുടെ പ്രവാസി ഇന്ത്യക്കാരുണ്ടല്ലേ, ഒരുപാട് ഗൾഫിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങോട്ടേക്ക് പൈസ അയക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ആരെങ്കിലും അച്ഛനോ ഒക്കെ ഗൾഫിലാണെങ്കിൽ അവിടെ വർക്ക് ചെയ്തിട്ട് ആ പൈസ, അവിടുത്തെ പൈസ നമ്മുടെ ഇന്ത്യയിലേക്ക് ഇടുന്ന വഴി നമ്മൾ ഇവിടെ ചെലവാക്കുന്നു. അങ്ങനെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആ പണം ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ സേവനങ്ങൾ ലഭ്യമാക്കാനായിട്ടും പറ്റും നമുക്ക്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാനായിട്ട് നമ്മളെ പ്രാപ്തമാക്കുക. ഇതെല്ലാമാണ് നീതി ആയോഗിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങൾ. ഇനി ഇതേപോലെ ഇത് SSCRT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന കാര്യമാണ്. SI ടെക്സ്റ്റ് ബുക്ക് ആണ് ഇവിടെ എക്സ്പ്ലനേഷൻ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ നമുക്ക് PSC വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നീതി ആയോഗിന്റെ ഘടന പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അധ്യക്ഷൻ ആരായിരിക്കും? പ്രധാനമന്ത്രിയാണ് അല്ലെ. അത് ആരാണ്? നമുക്കറിയാം മോദിയാണ് അല്ലെ. മോദി ഗവൺമെന്റ്, നരേന്ദ്ര മോദിയാണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. ഇനി വൈസ് ചെയർപേഴ്സൺ ഉണ്ട്. ആരാ നിയമിക്കുന്നത്? പ്രധാനമന്ത്രിയാണ് നമ്മൾ പറഞ്ഞു. ഗവേണിംഗ് കൗൺസിലിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉണ്ട്, ലഫ്റ്റനന്റ് ജനറൽമാരും ഉണ്ടെന്ന് പറഞ്ഞു. റീജിയൻ കൗൺസിലിൽ വരുന്നത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെയോ അദ്ദേഹത്തിന്റെ നോമിനിയുടെയോ അധ്യക്ഷയിലായിരിക്കും ഈ പറയുന്ന കൗൺസിലൊക്കെ നടക്കുന്നത്. ഒപ്പം ഇവരെല്ലാവരും വരും. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് എന്താണ്? അഡ്ഹൗസ് അംഗങ്ങൾ വരുന്നത് റൊട്ടേഷൻ അടിസ്ഥാനത്തിലെ പ്രമുഖ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള എക്സ് ഒഫീഷ്യോ കപ്പാസിറ്റിയിലുള്ള 2 അംഗങ്ങൾ. പാർട്ട് ടൈം അംഗങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. ഇനി ഈ എക്സ് ഒഫീഷ്യോ കപ്പാസിറ്റി അംഗത്വം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എത്ര പേരുണ്ടാവും? 4 പേരുണ്ടാവും അല്ലെ. അൺഒഫീഷ്യൽ ആയിട്ട് വരുന്ന കാര്യം പറഞ്ഞില്ലേ. അൺഒഫീഷ്യൽ ആയിട്ടുള്ള അംഗത്വം എന്ന് പറയുന്നത് 4 പേരാണ്. അതിന് പ്രധാനമന്ത്രി ആയിരിക്കും നാമനിർദ്ദേശം ചെയ്യുന്നത് അല്ലെ. പിന്നെ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാ നിയമിക്കുന്നത്? പ്രധാനമന്ത്രിയാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ സെക്രട്ടറി എന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും. ഒരു നിശ്ചിത കാലത്തേക്ക് റൊട്ടേഷൻ ഒരു നിശ്ചിത കാലത്തേക്കായിരിക്കും പ്രധാനമന്ത്രി നിയോഗിക്കുന്നത്. പിന്നെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന വിദഗ്ധ പരിജ്ഞാനമുള്ള ആളുകളൊക്കെ നീതി ആയോഗിൽ വരുന്നതാണ്. ഓക്കെ, ഒപ്പം തന്നെ ഈ ഒരു ടോപ്പിക്കില് നീതി ആയോഗിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കും സെൽഫായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ക്ലാസ്സുകൾ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഒപ്പം നമ്മളുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഡിസ്കഷൻ ചെയ്യാവുന്നതാണ്. സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മളുടെ ലിങ്കിലൊന്ന് ചെക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കമൻറ്റിൽ നോക്കിയാൽ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നീതി ആയോഗിനെ കുറിച്ച് പറയുന്നത്. ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ സംശയം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പിന്നെ വീണ്ടും കാണാം. അപ്പോൾ നെക്സ്റ്റ് ടൈം ടേബിൾ പ്രകാരം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ സിലബസ് കഴിയും. നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ നോട്ട്സ് PDF എന്ന് തരാം. ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ദെൻ ലാസ്റ്റ് ഹരിത വിപ്ലവം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.